വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾക്ക് വഴിവെച്ച പി വി അൻവറിന്റെ ആരോപണം, അതിൽ മുഖ്യമന്ത്രി തുടർന്നിരുന്ന മൗനം ഭേദിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയ വാർത്താസമ്മേളനം, അതിൽ മുഖ്യമന്ത്രി എന്തു പറയും എന്നുള്ളതായിരുന്നു എല്ലാവരും ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കിയതെങ്കിൽ മുഖ്യമന്ത്രി വിശ്വസ്തരെ സംരക്ഷിക്കുകയും പരസ്യമായി പി വി അൻവറിനെ തള്ളിപ്പറയുകയും ചെയ്ത നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ പി വി അൻവർ എന്തു പറയും എന്നുള്ളതായിരുന്നു വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആകാംക്ഷ. അതിനും ഉത്തരമായിരിക്കുന്നു. പിന്നോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ് പി വി അൻവർ. മുഖ്യമന്ത്രിക്ക് മറുപടി പറയുന്നു, എണ്ണി മറുപടി പറയുന്നു പി വി അൻവർ. ബി ദിലീപ് കുമാർ തുടരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. ദിലീപ് കുമാർ, മുഖ്യമന്ത്രിക്ക് അദ്ദേഹം മറുപടി പറയുന്നു. ഒപ്പം തന്നെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, പാർട്ടിയിലെ ഉത്തരവാദപ്പെട്ടവർക്ക് ഇക്കാര്യങ്ങളെല്ലാം ബോധ്യമായിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ തന്നെ സജീവമായി അന്തരീക്ഷത്തിൽ നടന്ന ചർച്ചകൾ നമുക്കറിയാം. ആരാണ് പി വി അൻവറിന് പിന്നിൽ എന്നുള്ള ചോദ്യമൊക്കെ വളരെ സജീവമായി ഉയർന്നു കേട്ടതാണ്. പാർട്ടിയിൽ വലിയ വിശ്വാസം പി വി അൻവർ വെച്ചു പുലർത്തുന്നത് നമ്മൾ കണ്ടു. പാർട്ടിയെ ഇപ്പോഴും ഒരു പ്രതീക്ഷയോടുകൂടി പി വി അൻവർ കാണുന്ന നിലയുണ്ടോ? അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് അത്തരത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമോ? പാർട്ടി കൂടി കൈവിട്ടാൽ എന്തു ചെയ്യും എന്നുള്ള ചോദ്യത്തിന് അതപ്പോൾ ആലോചിക്കാം, അപ്പോൾ വഴി തേടും എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ബി ദിലീപ് കുമാർ. ശ്രീജിത്ത്, CPIMനെ സംബന്ധിച്ച് അസാധാരണമായൊരു സാഹചര്യമാണ് എന്ന് തന്നെ പറയാം. കാരണം കേരളത്തിൽ CPIMൻ്റെ അവസാന വാക്ക് എന്ന് കരുതുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ്. അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് എന്ന നിലയിലാണ് സമീപകാലത്ത്, അല്ലെങ്കിൽ ഈ VS അച്യുതാനന്ദൻ്റെ സ്വാധീനം പാർട്ടിയിൽ കുറഞ്ഞതിനു ശേഷം പിണറായി വിജയൻ CPIMൽ ആരും ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നേതാവായി അദ്ദേഹം മാറിയിരുന്നു. പക്ഷേ പിണറായി വിജയൻ ഇന്ന് ഈ പരസ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അവസാനിക്കും എന്ന് കരുതി വാർത്താസമ്മേളനം ഇന്ന് രാവിലെ 1.25 മണിക്കൂർ നീണ്ട വാർത്താസമ്മേളനം അദ്ദേഹം നടത്തിയിരുന്നു. അവിടെ നിന്നാണ് ഇപ്പോൾ പി വി അൻവർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങൾക്കും മറുപടി എന്ന നിലയിൽ ഈ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് CPIMൽ സമീപകാലത്തൊന്നും കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള കാര്യങ്ങൾ, മുഖ്യമന്ത്രി പറഞ്ഞു നിർത്തിയ വാക്കുകളെ അവിടെ നിന്ന് ചോദ്യം ചെയ്യാൻ മറ്റൊരു ഇടതുപക്ഷ സഹയാത്രികനായ MLA, CPIM പിന്തുണയോടുകൂടി നിലമ്പൂരിൽ നിന്ന് മത്സരിച്ച് ജയിച്ച MLA, അദ്ദേഹം സ്വതന്ത്ര MLA എന്ന് സാങ്കേതികമായി പറയാം, പക്ഷേ CPIMൻ്റെ പിന്തുണയോടുകൂടി ജയിച്ച് CPIMൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന MLA ആണ് പി വി അൻവറാണ് ഈ കാര്യത്തിൽ തുറന്ന അഭിപ്രായ പ്രകടനവുമായി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ഖണ്ഡിച്ചുകൊണ്ട് തുറന്ന വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ പൊട്ടൻ കളിപ്പിക്കുകയാണ്, മുഖ്യമന്ത്രിയെ പൊട്ടക്കിണറ്റിലേക്ക് കൊണ്ടുപോവുകയാണ് വിശ്വസ്തരായ ചിലർ എന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഇന്ന് പി വി അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് മുഖ്യമന്ത്രി കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അതാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ പറഞ്ഞതിൻ്റെ കാതലായ കാര്യം. മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ ഉപദേശകർ എന്ന് കരുതുന്നവർ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി ഇന്ന് ഈ വാർത്താ സമ്മേളനത്തിൽ തനിക്കെതിരായ കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് പി വി അൻവർ പറയുന്നത്. നേരത്തെ മുതൽ തന്നെ ഈ പി വി അൻവർ ഈ ആരോപണം ഉന്നയിച്ച് രംഗത്തെത്തുമ്പോൾ തന്നെ CPIMൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തു ചെയ്യണം എന്നറിയാൻ കഴിയാത്ത നിലയായിരുന്നു. അത് പി വി അൻവർ ആദ്യ ദിവസം ആരോപണം ഉന്നയിക്കുന്നു. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നമുക്ക് വിശ്വസിക്കാമെങ്കിൽ മുഖ്യമന്ത്രി ഈ കാര്യം അറിയുന്നത് വാർത്താ സമ്മേളനം നടത്തുന്നു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി തൻ്റെ ഓഫീസിനോട് പി വി അൻവറിനോട് തന്നെ വന്ന് കാണുവാൻ ആവശ്യപ്പെടുന്നു. പരാതികൾ ഉണ്ടെങ്കിൽ അത് എഴുതി നൽകാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ പി വി അൻവർ മുഖ്യമന്ത്രിയെ കാണാൻ കൂട്ടാക്കാതെ, അദ്ദേഹത്തിൻ്റെ ഫോൺ എടുക്കാതെ അടുത്ത ദിവസം വീണ്ടും വാർത്താ സമ്മേളനം നടത്തുന്നു. അതിനടുത്ത ദിവസമാണ് വീണ്ടും ഈ പി വി അൻവർ ഈ വാർത്താ സമ്മേളനം നടത്തുകയും മുഖ്യമന്ത്രിയെ താൻ തിരുവനന്തപുരത്ത് പോയി കാണും എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതായത് മുഖ്യമന്ത്രി തന്നെ 2 ദിവസങ്ങളിലായി 2 തവണ പി വി അൻവർ തന്നെ വന്ന് കാണുക എന്ന കാര്യം അറിയിച്ചിട്ടും പി വി അൻവർ അതിനോട് നിഷേധാത്മക നിലപാട് കൈക്കൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് തുടക്കം മുതൽ തന്നെ CPIM ഈ കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം പി വി അൻവറിന് മേൽ കൊണ്ടുവരാൻ ശ്രമിച്ചില്ല എന്നതാണ് ഇതിലൂടെ തെളിയുന്നതും. റീജിത്ത്. ശരി, ബി ദിലീപ് കുമാർ വിവരങ്ങൾ നൽകുകയായിരുന്നു. വിപിൻ സി വിജയൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. വിപിൻ സി വിജയൻ, ഈ ചവിട്ടി പുറത്താക്കിയാലും മുഖ്യമന്ത്രിയെ തള്ളിപ്പറയില്ല എന്നൊക്കെ പി വി അൻവർ പറയുന്നുണ്ടെങ്കിലും മറുപടി മുഖ്യമന്ത്രിക്ക് തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞ ലോബി ആരോപണം ആദ്യം പറഞ്ഞത് MR അജിത് കുമാറാണ് എന്നുള്ള കാര്യങ്ങളടക്കം പി വി അൻവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ മുഖ്യമന്ത്രി ഒന്നും അറിയുന്നില്ല എന്നുള്ള ആരോപണം അത് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണമാണ്. അത് ഭരണപക്ഷത്തു നിന്നുള്ള ഒരു MLAയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ഈ വിശ്വസ്തർക്ക് തെറ്റിദ്ധരിപ്പിക്കാവുന്ന ആളാണ് മുഖ്യമന്ത്രി എന്നുള്ള ധ്വനി പി വി അൻവർ നൽകുന്നു. ഒരർത്ഥത്തിൽ ആ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. അത് പ്രതിപക്ഷത്തിനൊരായുധം കൂടി നൽകുന്ന നിലയിലേക്ക് പോകുന്നുണ്ടോ വിപിൻ സി വിജയൻ?
ശ്രീജിത്ത്, മുമ്പില്ലാത്ത വിധം ഒരു ഭരണപക്ഷ MLA ഈ സർക്കാരിനെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. അതിൽ വലിയ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ എടുത്തു കാണേണ്ടത്. ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടു കൂടി PV അൻവർ ഇനി ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ ചൂടൊന്ന് കുറയും എന്നുള്ളതാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നുണ്ടെങ്കിലും അദ്ദേഹം അത് കടുപ്പിക്കുകയാണ്. അങ്ങനെ പുതിയ ഒരു രാഷ്ട്രീയ കരുനീക്കം തന്നെ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തോട് എടുത്തു ചോദിച്ച ഒരു കാര്യമുള്ളത് ഈ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെ പ്രവർത്തനം മാതൃകാപരം എന്നുള്ള അദ്ദേഹം ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചിട്ടായിരുന്നു. അതേക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയുന്ന P ശശി മാതൃകാപരമായിട്ടല്ല സംസാരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അതിൽ PV അൻവർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം തുടങ്ങിയത് തന്നെ ഈ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം കൃത്യമായി ഇനിയും തുടരും എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ആരോപണങ്ങൾക്കൊക്കെയുള്ള മറുപടി ഇന്ന് PV അൻവർ തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ അദ്ദേഹം എടുത്തു പറയേണ്ടത് മുഖ്യമന്ത്രിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല, അദ്ദേഹം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴും അദ്ദേഹം ഇന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കും ഉള്ള മറുപടി അദ്ദേഹത്തിന്റെ ഈ 1 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ സ്വർണം പൊട്ടിക്കുന്ന കേസുകളിലടക്കം മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇത് അന്വേഷിക്കേണ്ടത് കസ്റ്റംസ് ആയിരുന്നു, പോലീസ് എന്തിനാണ് ഈ പണിയെടുക്കുന്നത് എന്നതിൽ തുടങ്ങി P ശശിക്ക് ഈ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടോ എന്നുള്ള സംശയം വരെ ഇന്നിപ്പോൾ PV അൻവർ ഉന്നയിച്ചിരിക്കുന്നു. പക്ഷേ ഇതിലൊക്കെ അന്വേഷണം നടത്തേണ്ട സർക്കാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിരിക്കുന്നു, എപ്പോഴെങ്കിലും നീതി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ മാത്രം ഇപ്പോൾ അൻവർ പറയുകയും ചെയ്തിരിക്കുന്നു. ചവിട്ടി പുറത്താക്കിയാൽ പോലും താൻ മുഖ്യമന്ത്രിക്കെതിരെ പറയില്ല എന്നുണ്ടെങ്കിലും ഇന്ന് ഈ പറഞ്ഞതിൽ പൂർണ്ണമായും അത് മുഖ്യമന്ത്രിക്ക് എതിരെ ഉള്ളത് തന്നെയാണ്. കാരണം തനിക്ക് കോൺഗ്രസ് ബന്ധമുണ്ട് എന്നുള്ളത് PV അൻവർ സ്ഥാപിക്കുന്നത് EMSന്റെ ചരിത്രം എടുത്തുകൊണ്ടാണ്. അദ്ദേഹം KPCCയുടെ പ്രസിഡന്റായിരുന്നു. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ടാണ് ഇന്ന് ഈ PV അൻവർ അതിനെ ഖണ്ഡിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ P ശശിക്കെതിരെ പല തവണ പരാതികളായിട്ട് പോയിട്ടുള്ളതാണ്. ഈ കേസിൽ മാത്രമല്ല, ജനങ്ങളെ ബാധിക്കുന്ന ഓരോ പരാതിയുമായി AKG സെന്ററിലും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും മുന്നിൽ പോയി അതൊക്കെ തന്നെ ഒരു ഫയലിൽ സൂക്ഷിക്കാവുന്ന നിലയിലേക്ക് മാത്രം അൻവറിന്റെ കേസുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫയൽ സൂക്ഷിക്കാം എന്നതിനപ്പുറത്തേക്ക് ഒന്നും നടക്കാത്തത് കൊണ്ടാണ് താൻ ഈ കാര്യങ്ങൾ പുറത്തേക്ക് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ കൂടിയാണ് മുൾമുനയിൽ നിർത്തുന്നത്. ഇത്തരത്തിൽ ഒരു MLA കൊടുത്ത പരാതികൾ പോലും ഒന്നുമാകാതെ ഫയലിൽ ഒതുങ്ങുന്ന സ്ഥിതിയാണോ കേരളത്തിൽ എന്ന ചോദ്യത്തിന് അതേക്കുറിച്ച് തനിക്ക് ഒന്നും അറിയില്ല എന്നുള്ളതാണ്. ഒപ്പം മുഖ്യമന്ത്രി പൂർണ്ണമായും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ചുറ്റുപാടുമുള്ളവർ എല്ലാ തരത്തിലും അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നുള്ളത് മാത്രം ആവർത്തിക്കുകയാണ് PV അൻവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് കാത്തിരുന്ന് കാണാം എന്നുള്ളതും പറയുന്നുണ്ട്. അതായത് ഇനിയും ഇത്തരത്തിലുള്ള വാർത്താ സമ്മേളനങ്ങളും അദ്ദേഹത്തിന്റെ ആരോപണങ്ങളും തുടരുക തന്നെ ചെയ്യും. അതിന് യാതൊരു വിധത്തിലുള്ള കോട്ടവും സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിൽ ADGP MR അജിത് കുമാറും P ശശിയും തന്നെയാണ് കേന്ദ്രം. എന്നാൽ P ശശിക്കെതിരെ ഇന്ന് പറഞ്ഞതിൽ താൻ മാത്രമല്ല, അൻവർ ഒറ്റയ്ക്കല്ല, 4 പേർ, കണ്ണൂരിൽ നിന്നുള്ള 4 പേരും P ശശിക്കെതിരെയുള്ള ആരോപണങ്ങളുമായി വന്നു എന്നുള്ളത് കൂടി അൻവർ പറയുമ്പോൾ അൻവറിന് പിന്നിൽ കൂടുതൽ ആളുകളുണ്ട്, അണികൾ കൂടെയുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അത് തനിക്ക് ഇപ്പോഴറിയില്ല, താൻ ഈ നാട്ടുകാരനല്ല എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. അവസാനം ലാൽ സലാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ വാർത്താ സമ്മേളനം, വളരെ നിർണായകമായ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ശരി, വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്ത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ നമ്മൾ മടങ്ങിയെത്തും.